ആയിക്കോളെ. അപ്പോൾ ഒരു ഇഷ്ടമുള്ള കല്യാണം, അതാണ് ഇപ്പം പുലിവാലായത്. ആ ഒരു കല്യാണ പാട്ട് ആ ഉസ്താദന്മാർ വളരെ സർക്കാസ്റ്റിക്കായി എൻജോയ് ചെയ്ത് വളരെ ചിരിച്ച് തലകുത്തി മറിഞ്ഞൊരു പാട്ട് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് എൻ്റെ വീടിൻ്റെ താഴെ പോസ്റ്റിൽ വന്ന് ചീത്തവിളിക്ക് കയ്യും കണക്കുമില്ല. ഞാൻ എന്ത് നോക്കി നിൽക്കുവോ? നിങ്ങളൊരു കാര്യം എടുത്ത് നോക്കിയത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് 98ഓളം പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും. അതിലൊന്നും ഇതുവരെ ഞാൻ ചീത്ത വിളിക്കാത്ത ഞാൻ എന്നെ കൊണ്ട് ഇവന്മാർ ചീത്ത വിളിപ്പിച്ചതാ. മനസ്സിലായില്ലേ? എടാ നീയൊക്കെ വിളിക്കുന്ന കേട്ടിരിക്കും ഞാൻ ആരടാ? ഞാനും വിളിക്കും. നിങ്ങളൊക്കെ വിളിച്ചതിന് ഡബിളിന്റെ ഡബിൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അടി ഈ വെള്ള വസ്ത്രം ധരിച്ച ചിലര്, എല്ലാരും ഞാൻ പറയുന്നില്ല, ചിലര് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് കോരെ പ്രസംഗിക്കുന്നില്ലേ? നമ്മളത് കേൾക്കുന്നില്ലേ? അംഗീകരിക്കുന്നില്ലേ? ചിലതൊക്കെ ബഹുമാനിക്കുന്നില്ലേ? അവരുടെ കയ്യിൽ നിന്നൊരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് നമുക്കും അത് പ്രതികരിച്ചൂടെ? എന്തിനു മൂടി കെട്ടി വെക്കണം? അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. പിന്നെ ചിലർ പറഞ്ഞു, റിഷ്ടമോളുടെ ആങ്ങളമാർ പറഞ്ഞു, റിഷ്ടമോക്കില്ലാത്ത സങ്കടമാണ് റിഷ്ടമോളുടെ ആങ്ങളമാർ പറയാമെന്ന്. ആ ഹെഡ്ലൈൻ എന്തിനാ വെച്ചതെന്ന്. എനിക്കൊരു വീഡിയോ ആ ഹെഡ്ലൈൻ അടക്കം കിട്ടിയ വീഡിയോ ആണ്, ഞാനത് അങ്ങനെ തന്നെ വെച്ചാണ്. ഇനി ഹെഡ്ലൈൻ എന്താ കുഴപ്പം? എന്താ റിഷ്ടമോള് കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടില്ല എന്ന് എന്തോ ഉറപ്പ് എന്ന്. റിഷ്ടമോള് ചിലപ്പോൾ അമേരിക്ക കണ്ടിട്ടുണ്ടാവില്ല, ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടാവില്ല, കോഴിക്കോട് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചതാ. നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? അവിടെ നിങ്ങളെ ഉദ്ദേശമാണോ തെറ്റ്, മോശം? അയ്യേ, എന്നിട്ട് എന്നെ വിളിക്കാൻ വരുന്നത് ഞാൻ വിട്ടു തരുമോ? തലക്ക് സ്ഥിരതയില്ലാതെ കുറെ എണ്ണം ഉണ്ട്. എടാ ഇതില് ഈ വീഡിയോയിൽ കമന്റ് ഇടുന്ന ഏതെങ്കിലും ഒരുത്തെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് പറഞ്ഞു, ബ്രോ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കുമോ, ആ വീഡിയോ വളരെ മോശമായിപ്പോയി എന്ന് മാന്യതയോടെ പറയാൻ തോന്നിയോ? ഇതാണോടാ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത്? ഇതാണോടാ നിന്റെ ഒക്കെ കൾച്ചർ? ഏതെങ്കിലും ഒരുത്തിന് പറയാൻ തോന്നിയോ? പറയാൻ തോന്നിയില്ലല്ലോ. അതാണ് നീയും ഞാനൊക്കെ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് എന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഈ വീഡിയോ അവരൊക്കെ കാണുമെന്ന് എനിക്ക് അറിയില്ല, അവർ കാണാൻ വേണ്ടിയിട്ടാ. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഗേസ് ചീത്ത വിളിച്ചതുകൊണ്ട് ചീത്ത വിളിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ ഡീസൻ്റ് അല്ലേ, ഞാൻ മാന്യനല്ലേ? നിങ്ങൾക്കറിയില്ല എന്നെ. ഓക്കെ, ബൈ ഗേസ്.